കേരളത്തിൻ്റെ നിയമപാലകന്മാർക്കും നിയമ സംവിധാനങ്ങൾക്കും ഒരു ഹൈ. ഇലക്ഷൻ കഴിഞ്ഞു, പിറ്റേന്ന് നല്ല മഴ. തൃശ്ശൂർ നല്ല മഴയായിരുന്നു. സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും നല്ലൊരു നാളായി ഇനി അങ്ങോട്ട് മാറട്ടെ. അതേപോലെ തന്നെ കേരളത്തിലെ ജയിച്ച ഓരോ സഖാക്കന്മാരും ക്കും ഹൈ. അതേപോലെ തന്നെ കേരളത്തിൽ ഈ വിജയം നമ്മുടെ മാധ്യമ മക്കളുമാരെ എത്ര പറഞ്ഞാലും മതി വരില്ല. കാര്യം അവരാണ് 199 ഈ വിജയിച്ചതിന് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുക്കിനും മൂലയ്ക്കുമുള്ള സകല കാര്യങ്ങളും ചെറുതും വലുതും സമൂഹത്തിൽ കൊണ്ടുവന്ന് അധികാരികളുടെ കണ്ണിലേക്കും കാതിലേക്കും എത്തിച്ചു കൊടുക്കുന്ന അവരെ എത്ര പറഞ്ഞാലും മതിയില്ല. അതിൽ തെറ്റേതാ ശരിയായ അവർക്കെല്ലാവരും ഒരേപോലെയാണ്. ആരുടെയും പക്ഷം പറയില്ല. അവർ മാധ്യമ മക്കളുമാർ, ചാനലിലെ മക്കളുമാർ ആരുടെയും പക്ഷം പറയില്ല. ഇതൊക്കെ സാധാരണപ്പെട്ട ജനങ്ങൾ കണ്ട് അവർ തന്നെ ചിന്തിക്കാൻ തുടങ്ങി തെറ്റേതാ ശരിയാണ്. അതിൻ്റെ വിജയമാണിത്. അതേപോലെ കേരളത്തിലെ ഇപ്പം നിയമം കിട്ടിയ നിയമപാലകന്മാരെ നമ്മുടെ കേരളത്തിലെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ നിന്ന് ആവശ്യമില്ലാണ്ട് കണ്ണീര് വീഴാനോ ഒരു മക്കളുമാരുടെ ദേഹത്തു നിന്ന് ചോര പൊടിയാനോ ഇനി അങ്ങോട്ട് ഒരിക്കലും അത് ഉണ്ടാവരുത്. ദൈവം തന്നെ ഒരു അനുഗ്രഹമാണ്. കരുണാകര സാറ് പോയതിന് ശേഷമുള്ള ഒരു നല്ലൊരു ഉണർവാണ്. അതിനെക്കാട്ടി മുന്നോട്ട് പോകണം നല്ല രീതി. നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യവും നിയമപാലകന്മാരും നാടും. അതുപോലെ ഓരോ ചുവട് വെക്കുമ്പോഴും വളരെയധികം ആലോചിച്ചും ശ്രദ്ധിച്ചും വേണം. ഒരു തെറ്റുപോലും വരാൻ പാടില്ല ഓരോ ചുവട് വെക്കുമ്പോഴും. അതേപോലെ മാധ്യമ മക്കളുമാർക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. അവർ എവിടെ പോയാലും എവിടെ വന്നാലും എന്ത് ചോദിച്ചാലും അവരോടൊരാളും ചോദ്യം ചെയ്യാൻ പാടില്ല. മാധ്യമ മക്കളാണ് കേരളത്തിൻ്റെ 199 ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് സമൂഹത്തിൽ പുറത്താണിക്കുന്നത്. അതിൽ നിന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ. അതേപോലെ നമ്മൾ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഒരു തെറ്റും പറയേണ്ട കാര്യം ആരും. അവർ സ്വന്തം മനസ്സിൽ തോന്നി കോൺഗ്രസ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവരവർക്ക് സമാധാനമായിട്ട് അവരവരുടെ കാര്യങ്ങൾ സാധിക്കാം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ കാര്യങ്ങളായിട്ട് നടക്കുന്നവർ അതിൻ്റെ ആ രീതി. മുസ്ലിങ്ങളാണെങ്കിൽ അതിൻ്റെ രീതി. അവർക്കൊക്കെ സമാധാനമായിട്ട് നടക്കാം. അവർ നിയമിക്കുന്ന കാര്യങ്ങൾ ദൈവസങ്കല്പത്തിൽ ആരും ചെന്ന് കയറില്ല. കോൺഗ്രസ്സുകാർക്ക് അങ്ങൊരു കാര്യമുണ്ട്, ഒരാടെയും ഈശ്വര വിശ്വാസത്തിൽ അവർ ചെന്ന് കയറില്ല. അപ്പോൾ ഇതൊക്കെ വരുന്ന തലമുറകളെ മക്കളുമാരും മനസ്സിലാക്കണം. ഏതാ നല്ലത് ഏതാ പൊട്ട അതൊക്കെ ചിന്തിച്ച് മുന്നോട്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഐശ്വര്യമാണ്. നമുക്ക് ഇനി അങ്ങോട്ടും ഐശ്വര്യത്തിൻ്റെ നാളുകളാവട്ടെ. എല്ലാ നേതാക്കൾക്കും സഖാക്കൾക്കും ഒരു വലിയൊരു ഹൈ. അതുപോലെ കേരളത്തിലെ കോൺഗ്രസ്സിലെ നല്ല അറിവും വിവരവും വെളിവും വിവേകമുള്ള ചുണക്കുട്ടപ്പന്മാരുണ്ട് 3-4 പേര്. അവർക്കറിയാം എങ്ങോട്ട് പോകണം, ചിന്തിച്ച് അവർ കാര്യങ്ങൾ എല്ലാ ചുവടുകളും വളരെയധികം ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ. എല്ലാവർക്കും ഒരു ഹൈ. കേരളത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ്. കോൺഗ്രസ് വീണ് പോയതാണ്. ഇനി ഒരിക്കലും അതിനെ വീഴാണ്ട് മുന്നോട്ട് പോവണേ. എല്ലാം ഐശ്വര്യങ്ങളും.